എല്ലാ രോഗവും മാറും, എല്ലാവരും രോഗം മാറാറില്ല. അങ്ങനൊരു സംവിധാനം നമ്മൾ പറയാറുണ്ട്. എല്ലാ രോഗവും മാറാറുണ്ട്, രോഗങ്ങളൊക്കെ മാറാനുള്ളതാണ്. പക്ഷേ എല്ലാ രോഗിയും മാറാത്തതുകൊണ്ട്, രോഗികൾ മാറാത്തതുകൊണ്ട് അവൻ്റെ രോഗം മാറാൻ സാധ്യത കുറയും. എന്ന് പറഞ്ഞാൽ അതൊരു എസ്കേപ്പ് അടിക്കുന്നതായിട്ട് കൂട്ടരുത്. നമ്മൾ തിങ്കളാഴ്ചകളിൽ പുതിയ പേഷ്യൻസിനെ എടുക്കുകയും ശനിയാഴ്ച പോവുകയും ചെയ്യുമെന്ന് പറയുമല്ലോ. അപ്പോൾ ഒരു 11 സിറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, റിസൾട്ട് കിട്ടിയവർ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുകയും അത് എണ്ണെടുക്കുമ്പോൾ ഒരു 95-98% ആളുകൾക്ക് റിസൾട്ടുണ്ട്. ബാക്കി 1-2% റിസൾട്ട് ഇല്ലെങ്കിൽ അവർ ബാക്കിയോടെയും കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ റിസൾട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് റിസൾട്ട് ഇല്ലാത്ത ആളുകളുണ്ട്. കാരണം അതിൻ്റെ എല്ലാം പുറകിൽ അവൻ്റെ കർമ്മ പ്രശ്നങ്ങളായിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഏതൊരു രോഗിക്കും രോഗം മാറും. ഏതൊരു രോഗവും വരുന്നത് അവൻ്റെ കർമ്മദോഷങ്ങളാണ്. പലപ്പോഴും ഇപ്പോൾ രാത്രി വൈകി ഉറങ്ങുന്നത് അത് കർമ്മയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ കർമ്മയെ അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. എന്ന് പറഞ്ഞാൽ രാത്രി വൈകി ഉറങ്ങുന്നത് അത് കർമ്മദോഷമാണെങ്കിൽ, വിശക്കാതെ ഭക്ഷണം കഴിക്കുന്നത് കർമ്മദോഷമാണെങ്കിൽ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് കർമ്മദോഷമാണെങ്കിൽ, അതേപോലെ തന്നെ ഓരോ മനുഷ്യനിലും കർമ്മ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരെ പാരവെക്കുന്ന സ്വഭാവമുള്ള ആളുകൾ, മറ്റുള്ളവരുടെ സമ്പത്തടിച്ചു മാറ്റുന്ന സ്വഭാവമുള്ള ആളുകൾ. എന്ന് പറഞ്ഞാൽ കർമ്മ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഒരു മനുഷ്യനിൽ കർമ്മ ബന്ധപ്പെടാറുണ്ട്. ഇപ്പോൾ രോഗചികിത്സയിൽ പ്രധാനപ്പെട്ടത്, രോഗം മാറാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവനിലെ കർമ്മ ബുദ്ധിമുട്ടാകുമ്പോഴാണ്. അവനിലെ കർമ്മ എന്ന് പറഞ്ഞാൽ അവനിലെ കർമ്മ മാതാപിതാക്കളെ ഇടങ്ങേറാക്കിയ ഒരാളാണ്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിലാക്കിയ ആളാണ്. അയാളുടെ രോഗചികിത്സയിൽ പലപ്പോഴും അയാൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും, എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ സാധ്യത കുറയും. എന്ന് പറഞ്ഞാൽ ഏതൊരു രോഗിക്കാണോ റിസൾട്ട് കിട്ടാത്തത്, ആ എനർജി ബേസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ അയാളുടെ കർമ്മ ഓവറായിട്ട് നെഗറ്റീവ് ആവരുത്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും കർമ്മ പ്രശ്നമുണ്ട്, നെഗറ്റീവ് ഇല്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ. പക്ഷേ നെഗറ്റീവ് ഇല്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ. പക്ഷേ നെഗറ്റീവ് എക്സസ് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ, വിദ്വേഷം കൊണ്ട് നടക്കുന്നവർ, പക കൊണ്ട് നടക്കുന്നവർ, ദേഷ്യം കൊണ്ട് നടക്കുക എന്നാണ് നമ്മൾ പറയാം. കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നൊരു വിഷയം വന്നു, ദേഷ്യപ്പെട്ടു എന്നുള്ളത് അഭിനയത്തിൻ്റെ ഒരു ഭാഗമാണ്. സത്യത്തിൽ അവനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യപ്പെട്ടു, അത് സത്യത്തിൽ ഒരു പ്രശ്നമല്ല. പക്ഷെ ആ ദേഷ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് പ്രശ്നം ഉണ്ടാക്കും. ഏതെങ്കിലും ഒരാളോട് ഒരു വിദ്വേഷം ഉണ്ടായാൽ ആ വിദ്വേഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും. പല ക്യാൻസർ രോഗങ്ങളെയും നമ്മൾ എടുത്തു നോക്കിയാൽ ക്യാൻസർ രോഗികളുടെ ഉള്ളിൽ പക കിടപ്പുണ്ടാവും. മാറാത്ത രോഗങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട വില്ലനായിട്ട് കിടക്കുന്നത് പകയാണ്. അപ്പോൾ അതെല്ലാം അവൻ്റെ കർമ്മയായിട്ട് ബന്ധമുണ്ട്. എല്ലാവരോടും ഈ സൂഫിയാക്കൾ പറയുന്നൊരു സംവിധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ വൻ എന്നാണ് അവർ പറയാൻ. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നല്ലതായിട്ട് കാണുക, എല്ലാവരെയും നല്ലതായിട്ട് കാണുക. ഞാൻ ഒന്ന് നന്നാവണം, ഞാനാണ് ശരിയല്ലാത്തത് എന്നുള്ള ബോധ്യത്തിൽ ഞാൻ ജീവിക്കാം. മതങ്ങളിലൂടെ പറയുമ്പോൾ പലപ്പോഴും മതങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് പറയാറ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയാറുണ്ട്. അപ്പം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ നീ ആദ്യം നിന്നെ അറിയണ്ടേ. ഇസ്ലാമിലും അങ്ങനെ പറയാറുണ്ടല്ലോ, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ആരെങ്കിലും സ്വന്തം നഫ്സിനെ അറിഞ്ഞാൽ അവൻ്റെ ദൈവത്തെ അറിഞ്ഞു എന്നാണല്ലോ പറയാം. അതേപോലെ തന്നെ ഹൈന്ദവർ പറയാറുണ്ട്, തത്വമസി എന്ന് പറയാറുണ്ട്. ശബരിമലയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്, അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ അർത്ഥതലങ്ങൾ പലത് പറയുന്നുണ്ടെങ്കിലും ഞാൻ അർത്ഥം പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് ചൂണ്ടി നോക്കിയാൽ, മോനെ പൊന്നെ, നീ എന്തിനാ കഷ്ടപ്പെട്ട് പിടുത്തോളം കല്ലും മുള്ളും ചവിട്ടി വരണേ, നീ ആദ്യം അറിയേണ്ടത് നീ നിന്നെയാണ്, നീ നിന്നിലേക്കായിരുന്നു നോക്കേണ്ടത്, എന്നിട്ടാണ് നീ ഇങ്ങോട്ട് വരേണ്ടായിരുന്നു എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ രോഗചികിത്സയിൽ പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ട് ഞാനിതിനെ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഏതൊരു മനുഷ്യനിലും ഒരു കർമ്മയുണ്ട്. ആ കർമ്മ അവനിലേക്ക് തന്നെ, എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന പല കർമ്മയും അവനിലേക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ആ പ്രശ്നങ്ങളാണ് പലപ്പോഴും മാറാത്തതായിട്ട് ചില കാര്യങ്ങൾ കിടക്കുക.
എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവൻ ഇവിടുന്ന് ഒന്ന് ബുദ്ധിമുട്ടി പോകേണ്ടതുണ്ടാകും. അപ്പോൾ ആ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ മാറൂല. അതിന് അവൻ പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു രോഗിയാണോ അവൻ നന്നായിട്ട് ഇതേപോലുള്ള ഇപ്പോൾ കടം മേടിച്ചത് കൊടുത്തിട്ടില്ല, സാധാരണ രീതിയിൽ ഒരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിൻ്റെ അപ്പുറത്തായിട്ടും അയാൾ കൊടുത്തില്ലെങ്കിൽ അത് സത്യത്തിൽ ആ കടം കൊടുത്ത ആളിൽ ഒരു മനോവിഷമം ഉണ്ടാക്കിയാൽ കടം മേടിച്ച ആൾക്കും അവരുടെ കുടുംബത്തിന് വരെ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് സത്യത്തിൽ എനർജി ബേസ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാൻ പറ്റുക. അതൊക്കെ മതത്തിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ മതത്തിലൂടെ നമുക്ക് തന്നതെല്ലാം ദൈവികത ആസ്വദിക്കലാണ്. ദൈവികത ആസ്വദിക്കണമെങ്കിൽ ആദ്യം ബേസിക്കലി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ ദൈവികാസ്വാദനത്തിന് തന്ന സംവിധാനത്തിലെ പല കർമ്മങ്ങളെടുത്ത് നോക്കുമ്പോൾ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നത് അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതും മനുഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളതുമാണ്. പട്ടിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം കിട്ടിയെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പട്ടിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം കിട്ടിയെന്ന് മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് സ്വന്തം സമുദായത്തിൽ പെട്ട ആളല്ല പട്ടിക്ക് വെള്ളം കൊടുത്തത്. ആ നാട്ടിൽ അറിയപ്പെട്ട വളരെ മോശം സ്ത്രീ പട്ടിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം കിട്ടിയെന്ന് പറയുമ്പോൾ ആ മതങ്ങളിലൂടെയെല്ലാം നമ്മളെ പഠിപ്പിച്ചത് സഹജീവി സ്നേഹമാണ്. ആ സഹജീവി സ്നേഹത്തിലൂടെ ദൈവിക സ്നേഹം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ആ സിസ്റ്റം നമുക്ക് തിരിഞ്ഞു കിട്ടിയാൽ നമ്മൾ മറ്റുള്ളവരെ അസൂയ കൊണ്ടും കുശുമ കൊണ്ടും നോക്കുന്ന കണ്ണുകൾ മാറ്റി മറ്റുള്ളവരുടെ മോശത്തരം പറയാൻ വേണ്ടി നടക്കുന്ന നാവിനെ മാറ്റി നടക്കുമ്പോൾ നമ്മളുടെ പല രോഗങ്ങളും എന്ന് പറഞ്ഞ് എല്ലാ രോഗവും ഇങ്ങനെയാണ് എന്നല്ല, എല്ലാ രോഗിയിലും ഇതുണ്ട് എന്നുമല്ല. കർമ്മ പല രീതിയിലാണ്. ഇങ്ങനെയും കർമ്മദൂഷ്യങ്ങൾ കൊണ്ട് ചില ആളുകൾക്ക് രോഗങ്ങൾ വരുന്നുണ്ട് എന്നുള്ള സത്യം തിരിഞ്ഞു കിട്ടിയാൽ ആ ആളുകൾ തിരിയേണ്ടത് എല്ലാ രോഗവും മാറും. എല്ലാവരുടെയും രോഗം മാറണമെങ്കിൽ അയാൾ മാറേണ്ടതുണ്ട്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്താക്കണം? മാതാപിതാക്കളോട് പ്രായശ്ചിത്തം ചെയ്യണം, അവരെ സന്തോഷിപ്പിക്കാവുന്ന സംവിധാനങ്ങൾ. ഇപ്പോൾ ഭാര്യ ഭർത്ത ബന്ധത്തിൽ പോലും സന്തോഷങ്ങൾ കൊടുക്കാത്ത ഭാര്യ ഭർത്ത ബന്ധം പലപ്പോഴും അത് പ്രശ്നങ്ങളിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധ പ്രശ്നങ്ങളിലേക്കല്ല, അവർക്ക് രോഗങ്ങൾ എന്തായാലും ഉണ്ടാവും. പല രോഗികളെ എടുത്തു നോക്കിയാൽ പല സ്ത്രീകൾക്കും പല പുരുഷന്മാർക്കുള്ള പ്രശ്നം അവരുടെ ദാമ്പത്യത്തിൽ അവർക്കുള്ള കുറേ ഇൻബാലൻസാണ്. അപ്പോൾ ആ ഇൻബാലൻസ് മാറിയാൽ തന്നെ പലപ്പോഴും രോഗം മാറും. അതുകൊണ്ട് തന്നെ എല്ലാ രോഗവും മാറും, എല്ലാവരുടെയും രോഗങ്ങൾ മാറാറില്ല. ആ എല്ലാവരുടെയും രോഗങ്ങൾ മാറാൻ ഉള്ള അവസരം വരണമെങ്കിൽ, എല്ലാവരുടെയും രോഗങ്ങൾ മാറണമെങ്കിൽ ആ രോഗി ഒന്ന് മാറാൻ തയ്യാറാവണം. അത് ഇറച്ചി മീൻ മുട്ട കഴിക്കുന്ന പഥ്യങ്ങളിൽ നോക്കുന്നതിൽ മാത്രമല്ല, അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ ചര്യയിലും അവൻ്റെ നാവിനെയും അവൻ്റെ കണ്ണിനെയും അവൻ്റെ സമ്പത്തിനെയും എല്ലാം സൂക്ഷിക്കുന്നതിലൂടെ രോഗം വരാതിരിക്കുമെന്നാണ് എനർജി ബേസ് ചെയ്ത് ഏതൊരു ചികിത്സകനും പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും.